നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പൗരസ്ത്യ കൽദായ സുറിയാനി സഭയുടെ ആഗോള പരമാധ്യക്ഷൻ മാർ ആവേ തൃതീയന് പ്രൗഢഗംഭീരമായ സ്വീകരണം. കരിമ്പത്ര ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടങ്ങളിറങ്ങി, ജനങ്ങൾ പരിഭ്രാന്തിയിൽ. പുത്തൂർ മാന്നാമംഗലം റൂട്ടിലെ സ്വകാര്യ ബസ്സുകൾ ഇന്ന് ഡബിൾ ബെൽ മുഴക്കി സർവീസ് നടത്തിയത് സഹപ്രവർത്തകന്റെ ജീവിതവും ജീവനും തിരികെ പിടിക്കുവാൻ 23 ബസ്സുകളാണ് കാരുണ്യയാത്ര നടത്തിയത്. സംസ്ഥാനത്ത് പാൽ വില വർദ്ധിപ്പിക്കുവാൻ സർക്കാർ അനുമതി നൽകി. ലിറ്ററിന് 4 രൂപ വരെ വർധനയുണ്ടാകുമെന്നാണ് സൂചന. വിശദമായ വാർത്തകളിലേക്ക്. പൗരസ്ത്യ കൽദായ സുറിയാനി സഭയുടെ ആഗോള പരമാധ്യക്ഷൻ മാർ ആവേ തൃതീയന് പ്രൗഢഗംഭീരമായ സ്വീകരണം. പൗരസ്ത്യ കൽദായ സുറിയാനി സഭയുടെ ആഗോള പരമാധ്യക്ഷൻ പരിശുദ്ധ മാർ ആവേ തൃതീയൻ കത്തോലിക്ക പാത്രിയർക്കീസ് ബാവ 5 ദിവസത്തെ ശ്ലൈഹിക സന്ദർശനത്തിനായി ബുധനാഴ്ച ഇന്ത്യയിലെത്തി. വിശുദ്ധ മാർ അഭിമലേഖ് തിമത്യോസ് തിരുമേനിയുടെ ഓർമ്മ തിരുനാളും ഇന്ത്യയിലെ ദിവംഗതരായ പിതാക്കന്മാരുടെ ഓർമ്മദിനവും മാർ അപ്രേം തിരുമേനിയുടെ 1ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന പരിപാടികളിൽ സംബന്ധിക്കുവാനാണ് അദ്ദേഹം വരുന്നത്. സിനഡ് സെക്രട്ടറിയും വിക്ടോറിയ ന്യൂസിലാൻഡ് ബിഷപ്പുമായ മാർ ബെനാമിൻ ഏലിയ, ഈസ്റ്റേൺ USA ബിഷപ്പ് മാർ പൗലോസ് ബെഞ്ചമിൻ എന്നിവരും അദ്ദേഹത്തെ അനുഗമിക്കുന്നുണ്ട്. മെയ് 1 ഇന്ത്യയിലെ ദിവംഗതരായ സഭാപിതാക്കന്മാരുടെ സംയുക്ത അനുസ്മരണ ദിനമായി കൽദായ സുറിയാനി സഭ പ്രാർത്ഥനകൾ അർപ്പിക്കുന്നു. വിശുദ്ധ അഭിമലേഖ് തിമത്യോസ് തിരുമേനിയുടെ ഖബറിങ്കൽ ധൂപപ്രാർത്ഥനയും മുൻ പിതാക്കന്മാരുടെ ഖബറിങ്കൽ അനീതയും ഉണ്ടായിരിക്കും. അന്തരിച്ച ഡോക്ടർ മാർ അപ്രേം മെത്രാപൊലീത്തയുടെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കുവാൻ മാർ ആവേ തൃതീയന് സാധിച്ചിരുന്നില്ല. അതിനാൽ ഈ സന്ദർശനം പ്രധാനമായും അദ്ദേഹത്തിന്റെ അനുസ്മരണ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നതിനായാണ്. തൃശൂർ മാർത്താ മറിയം വലിയ പള്ളിയിൽ വെച്ച് മെത്രാപൊലിത്ത മാർ ഔഗീൻ കുര്യാക്കോസ്, സെൻട്രൽ ബോർഡ് ഓഫ് ട്രസ്റ്റീസ് ചെയർമാൻ അബി ജെ പൊന്മണിശ്ശേരി, വികാരി ജനറൽ ഫാദർ ജോസ് ജേക്കബ്, സെൻട്രൽ ബോർഡ് ഓഫ് ട്രസ്റ്റീസ് അംഗങ്ങൾ, വൈദികർ, സഭാവിശ്വാസികൾ തുടങ്ങിയവർ ചേർന്ന് പാത്രിയാർക്കീസിന് ഹൃദ്യമായ സ്വീകരണം നൽകി. മാർ ഔഗീൻ കുര്യാക്കോസ് പാത്രിയാർക്കീസിനെ ഔദ്യോഗികമായി സ്വാഗതം ചെയ്തു. മാർത്താ മറിയം വലിയ പള്ളിയിൽ മാർ ആവേ തൃതീയൻ നടത്തിയ പ്രസംഗത്തിൽ യുദ്ധ സാഹചര്യങ്ങളിലും ഇടതടവില്ലാതെയുള്ള പ്രാർത്ഥനയാണ് തന്നെ സുരക്ഷിതമായി ഇന്ത്യയിലെത്തുവാൻ സഹായിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. 2023 അദ്ദേഹത്തിന്റെ ആദ്യ സന്ദർശനം. വീണ്ടും സഭാമക്കളെ കാണുന്നതിൽ സന്തോഷമുണ്ടെന്നും മാർ അപ്രേം മെത്രാപൊലിത്തയുടെ ചരമവാർഷികത്തിൽ പങ്കെടുക്കുവാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു.
أثمان الطور والتفال قطاوة نوشاد نطرا من الأخمار خياوينا قطن شبب قطن مال الطول وورا القطوط شال المين കരിമത്ര ജനവാസ മേഖലയിൽ കാട്ടാന കൂട്ടങ്ങളിറങ്ങി ജനങ്ങൾ പരിഭ്രാന്തിയിൽ. ഇന്നലെ പുലർച്ചെ 2:30യോടെയാണ് കരിമത്ര കാപ്പി റോഡിലും സമീപത്തെ വീട്ടുപറമ്പിലുമെത്തി കാർഷിക മേഖലയിൽ തേർവാഴ്ച നടത്തിയത്. വാഴ, കവുങ്ങ്, തെങ്ങ്, കൈതച്ചക്ക, പ്ലാവ് ഇവയെല്ലാം നശിപ്പിച്ചും കൂടാതെ കൈതച്ചക്കയും പ്ലാവിൽ നിന്ന് ചക്കയും പറിച്ച് ഭക്ഷിച്ചിട്ടുണ്ട്. തിങ്ങിപ്പാർക്കുന്ന ജനവാസ മേഖലയിൽ കാട്ടാനയുടെ സാന്നിധ്യം അറിയിച്ചത് ഈ മേഖലയിൽ ഉറക്കം കെടുത്തുന്ന രാത്രികളാവുകയാണ്. മുട്ടിക്കൽ സുകുമാരൻ, സമീപത്തുള്ള ചാക്കോ എന്നിവരുടെ പറമ്പുകളിലാണ് കാട്ടാനക്കൂട്ടങ്ങളിറങ്ങി ഭീതി വിതച്ചത്. സംഭവം അറിഞ്ഞ് വനപാലകരെത്തി കാട്ടാനകളെ പടക്കം പൊട്ടിച്ചും മറ്റും സമീപത്തെ വനത്തിലേക്ക് തുരത്തിയെങ്കിലും ഇനിയും തക്കം പാത്ത് കാട്ടാനകൾ കടന്നുവരുമോ എന്ന ഭീതിയിലും ആശങ്കയിലുമാണ് ഇവിടുത്തുകാർ. പുത്തൂർ മാന്നാമംഗലം റൂട്ടിലെ സ്വകാര്യ ബസ്സുകളിൽ നിന്ന് ഡബിൾ ബെല്ല് മുഴക്കി സർവീസ് നടത്തിയത് സഹപ്രവർത്തകന്റെ ജീവിതവും ജീവനും തിരികെ പിടിക്കുവാൻ 23 ബസ്സുകളാണ് കാരുണ്യയാത്ര നടത്തിയത്. ബസ് ജീവനക്കാരനായിരുന്ന പുത്തൂർ പഞ്ചായത്തിലെ പുത്തൻകാട് സ്വദേശി കടക്കത്തൂട്ടിൽ 53 വയസ്സുള്ള ഷാജുവിനെ സഹായിക്കുവാനാണ് തൃശൂർ പുത്തൂർ മാന്നാമംഗലം കോളാങ്കുണ്ട്, മരോട്ടിച്ചാൽ, ചേരുംകുഴി, ഒല്ലൂർ, പൊന്നൂക്കര എന്നീ റൂട്ടുകളിൽ സർവീസ് നടത്തുന്ന 23 സ്വകാര്യ ബസ്സുകൾ കാരുണ്യയാത്ര നടത്തിയത്. വൻകുടലിൽ ക്യാൻസർ രോഗം ബാധിച്ച ഷാജു നിലവിൽ ചികിത്സയിലാണ്. സാമ്പത്തികമായി വലിയ പ്രയാസമനുഭവിക്കുന്ന കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്നു ഷാജു. എറണാകുളം ലിസി ആശുപത്രിയിലെ ചികിത്സയ്ക്കായി ഇതിനോടകം വലിയ തുക ചിലവായി കഴിഞ്ഞു. ഇപ്പോൾ ഷാജുവിന്റെ ജീവൻ നിലനിർത്തുവാൻ ഒരു ശസ്ത്രക്രിയ അത്യാവശ്യമാണ്. ശസ്ത്രക്രിയയ്ക്കും തുടർ ചികിത്സയ്ക്കുമായി ലക്ഷങ്ങൾ ആവശ്യമാണ്. ഷാജുവും ഭാര്യയും 2 ചെറിയ മക്കളുമടങ്ങുന്ന കുടുംബം തുടർ ചികിത്സയ്ക്കായി പണം കണ്ടെത്താനാകാതെ പ്രയാസപ്പെടുന്ന സാഹചര്യത്തിലാണ് ഷാജുവിനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ സ്വകാര്യ ബസ്സുകൾ കാരുണ്യയാത്രയുമായി മുന്നോട്ട് വന്നത്. ഷാജുവിനെ സഹായിക്കുവാൻ കഴിയുന്നവർ കേരള ഗ്രാമീൺ ബാങ്കിന്റെ കുട്ടനല്ലൂർ ബ്രാഞ്ചിലെ ഷാജു ചികിത്സാ സഹായ സമിതി എന്ന പേരിലുള്ള അക്കൗണ്ട് നമ്പർ 401101057829 IFSC കോഡ് KLGB 0040321 എന്ന അക്കൗണ്ടിലേക്ക് നൽകാവുന്നതാണ്. സംസ്ഥാനത്ത് പാൽ വില വർദ്ധിപ്പിക്കുവാൻ സർക്കാർ അനുമതി നൽകി. ലിറ്ററിന് 4 രൂപ വരെ വർധനയുണ്ടാകുമെന്നാണ് സൂചന. സംസ്ഥാനത്ത് പാൽ വില വർദ്ധിപ്പിക്കുവാൻ സർക്കാർ അനുമതി നൽകി. ലിറ്ററിന് 4 രൂപ വരെ വർധനയുണ്ടാകുമെന്നാണ് സൂചന. പാൽ വില വർദ്ധിപ്പിക്കുവാൻ മിൽമ സർക്കാരിനോട് അനുമതി തേടിയിരുന്നു. 4 രൂപ മുതൽ 6 രൂപ വരെ വില വർദ്ധിപ്പിക്കണമെന്നായിരുന്നു മിൽമയുടെ ശുപാർശ. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ നേരത്തെ മിൽമയുടെ അപേക്ഷ സർക്കാർ നിഷേധിച്ചിരുന്നു. എന്നാൽ കർഷകരുടെ പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി വീണ്ടും അനുമതി തേടിയതിനെ തുടർന്ന് ഇപ്പോൾ അനുകൂല തീരുമാനമാണ് ഉണ്ടായത്. സർക്കാരിന്റെ അനുമതിയില്ലാതെ പാൽവില കൂട്ടാനാവില്ലെന്ന് മിൽമ ചെയർമാൻ KS മണി വ്യക്തമാക്കിയിരുന്നു. 6 മാസം മുൻപ് തന്നെ ലിറ്ററിന് 4 രൂപ മുതൽ 6 രൂപ വരെ വർദ്ധിപ്പിക്കണമെന്ന ബോർഡ് തീരുമാനം ഉടൻ നടപ്പാക്കണമെന്നാണ് എറണാകുളം മേഖലാ യൂണിയൻ ആവശ്യപ്പെട്ടത്. വില വർദ്ധിപ്പിക്കാത്തത് കർഷകരെ ബുദ്ധിമുട്ടിലാക്കുന്നുവെന്നാണ് പ്രതിഷേധക്കാർ ചൂണ്ടിക്കാട്ടിയത്. മിൽമ ഡയറക്ടർ ബോർഡ് യോഗത്തിലാണ് വില വർധന സംബന്ധിച്ച തീരുമാനം എടുത്തതെന്ന് യൂണിയൻ ചെയർമാൻ CN വത്സലൻ പിള്ള അറിയിച്ചു. നാട്യകലാകേന്ദ്രയുടെ 20ാം വാർഷികവും താണിക്കുടം കല്യാണി ആർക്കേഡിൽ ആരംഭിക്കുന്ന പുതിയ ശാഖയുടെ ഉദ്ഘാടനവും ഡോക്ടർ RLV രാമകൃഷ്ണൻ നിർവഹിച്ചു. ഇതിനോടനുബന്ധിച്ച് കലാരംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച നാടിന്റെ അഭിമാനങ്ങളായ മേള കലാരത്നം കിഴക്കൂട്ട് അനിയന്മാരാർ, പ്രശസ്ത ചിത്രകാരൻ MG നാരായണൻ, നൃത്താധ്യാപകൻ തിലകൻ മാസ്റ്റർ തുടങ്ങിയവരെ ചടങ്ങിൽ ആദരിച്ചു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ദിവ്യ ടീച്ചർ, ജോൺസൺ മല്ലിയത്ത് തുടങ്ങിയവർ പങ്കെടുത്തു.
തദ്ദേശവാസികളെ, വളരെ ഹൃദയം നിറഞ്ഞ സന്തോഷമാണ് ഇന്ന് എനിക്ക്. കാരണം ഇന്നൊരു പ്രത്യേകതയുള്ള ദിവസമാണ്. അത് ടീച്ചറും പറഞ്ഞില്ല, ഇവിടെ സ്വാഗതം പ്രസംഗിച്ച ആരും പറഞ്ഞില്ല. എന്താണെന്ന് വെച്ചാൽ ഇന്ന് ലോക നൃത്ത ദിനമാണ്. അന്താരാഷ്ട്ര വേൾഡ് ഡാൻസ് ഡേ എന്ന ഈ ദിവസത്തിൽ ടീച്ചർ അറിഞ്ഞോ അറിയാതെ ആവണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അനിയന്മാരെ ഈ വേദിയിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇന്നേ ദിവസം മാറ്റിയത്. പക്ഷെ അത് എല്ലാം കൊണ്ടും എന്താ പറയുക, സന്ദർഭോചിതമായി നല്ലൊരു ദിവസത്തിലേക്ക് മാറി എന്നുള്ളതാണ് ടീച്ചറുടെ ആ മനസ്സിൻ്റെ ശുദ്ധഗതിയുടെ പ്രത്യേകതയാണ്. ഇന്നിങ്ങനൊരു ദിനത്തിൽ ടീച്ചർക്ക് എന്നും ഓർമ്മിക്കാൻ പറ്റുന്നൊരു ദിവസമാണ് അന്താരാഷ്ട്ര അല്ലെങ്കിൽ വേൾഡ് ഡാൻസ് ഡേ. ഇതിലാണ് എൻ്റെ എന്താ പറയുക നാട്യകല അല്ലേ നാട്യകലാ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എന്ന് അഭിമാനപൂർവ്വം പറയാൻ സാധിക്കും. അത് ജീൻ ജോർജസ് നോവറെ എന്ന് പറയുന്ന ഒരു ഇറ്റാലിയൻ ബാലറ്റ് അല്ലെങ്കിൽ ബാലെ ചെയ്യുന്ന ഒരു 1727 ജനിച്ച അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ വേൾഡ് ഡാൻസ് ഡേ കൊണ്ടാടുന്നത്. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കല എന്ന് പറയുന്നത് നമ്മുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം, നമ്മുടെ ഉള്ളിലൊരു ആശയമുണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കാനും, അതുപോലെ സമത്വം, ഒരു തരത്തിലുള്ള ലിംഗവിവേചനമോ അല്ലെങ്കിൽ ജാതി വിവേചനമോ വർണ്ണവിവേചനമോ ഒന്നുമില്ലാതെ ജനങ്ങൾക്കിടയിൽ സന്തോഷിക്കാനുള്ള ഒരു ഉപാധിയായാണ് കലയെ ഈ വേൾഡ് ഡാൻസ് ഡേയുടെ അർത്ഥപൂർണമായ തലത്തിലേക്ക് നയിക്കുന്നത്. അപ്പോൾ ആ മാടക്കത്രയിലെ CPM നേതാവായിരുന്ന MG രാമകൃഷ്ണൻ അനുസ്മരണ ദിനം വെള്ളാനിക്കരയിൽ സംഘടിപ്പിച്ചു. രാവിലെ 8 മണിക്ക് അദ്ദേഹത്തിന്റെ വസതിയിൽ പുഷ്പാർച്ചനയോടെ നടന്ന ചടങ്ങ് CPM മണ്ണുത്തി ഏരിയ സെക്രട്ടറി MS പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. CPM നേതാക്കളായ PS വിനയൻ, MM അവറാച്ചൻ, മറ്റ് സംഘടനാ ഭാരവാഹികൾ, കുടുംബാംഗങ്ങൾ, നാട്ടുകാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ദീർഘകാലം ട്രേഡ് യൂണിയൻ രംഗത്തും മാടക്കത്തരയുടെ വിവിധ വികസന വഴികളിലും പ്രവർത്തിച്ചിരുന്ന ആളായിരുന്നു രാമകൃഷ്ണൻ. തദവസരത്തിൽ MS പ്രദീപ് കുമാർ ഓർത്തെടുത്തു. ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, സഖാവ് എംജിആർ ദിനം സിന്ദാബാദ്, സഖാവ് എംജിആർ ദിനം സിന്ദാബാദ്, ഏപ്രിൽ 29 സിന്ദാബാദ്, ഏപ്രിൽ 29 സിന്ദാബാദ്, എംജിആർ ദിനം സിന്ദാബാദ്, എംജിആർ ദിനം സിന്ദാബാദ്. ഇല്ല ഇല്ല മരിക്കുന്നില്ല, ഇല്ല ഇല്ല മരിക്കുന്നില്ല, ഇല്ല ഇല്ല മരിക്കുന്നില്ല, ഇല്ല ഇല്ല മരിക്കുന്നില്ല, സഖാവ് എംജിആർ മരിക്കുന്നില്ല, സഖാവ് എംജിആർ മരിക്കുന്നില്ല, സഖാവ് എംജിആർ മരിക്കുന്നില്ല. ജീവിക്കുന്നു നമ്മളിലൂടെ, ജീവിക്കുന്നു നമ്മളിലൂടെ, ജീവിക്കുന്നു നമ്മളിലൂടെ, ജീവിക്കുന്നു നമ്മളിലൂടെ. ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, സഖാവ് എംജിആർ ദിനം സിന്ദാബാദ്, സഖാവ് എംജിആർ ദിനം സിന്ദാബാദ്, സഖാവ് എംജിആർ ദിനം സിന്ദാബാദ്, സഖാവ് എംജിആർ ദിനം സിന്ദാബാദ്, ഏപ്രിൽ 29 സിന്ദാബാദ്, ഏപ്രിൽ 29 സിന്ദാബാദ്, ഏപ്രിൽ 29 സിന്ദാബാദ്, ഏപ്രിൽ 29 സിന്ദാബാദ്. ഇൻകുലാബ് 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 സിന്ദാബാദ്, ഇൻകുലാബ് 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 സിന്ദാബാദ്. ഊരാക്കോട് ശ്രീ അയ്യപ്പൻകാവ് ക്ഷേത്രത്തിലെ ഉത്സവം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. 3 ദിവസമായി നടന്ന ഉത്സവത്തിൽ വിവിധ ചടങ്ങുകൾ ക്ഷേത്രത്തിൽ സംഘടിപ്പിച്ചു. ഞായറാഴ്ച നടന്ന കൊടിയേറ്റത്തിന് ശേഷം തിങ്കളാഴ്ച വിവിധ നൃത്തങ്ങൾ, ചൊവ്വാഴ്ച വിവിധ ദേശങ്ങളിൽ നിന്നുള്ള കാവടി ചടങ്ങുകളും ഉണ്ടായിരുന്നു. ദേശപൂരങ്ങൾ ദേശങ്ങളായ ആറ്റുപുറം, ചിങ്ങച്ചിറ, മേപ്പാടം ദേശങ്ങളിൽ നിന്ന് വിവിധങ്ങളായ കലാരൂപങ്ങൾ അരങ്ങേറി. പരിപാടികൾക്ക് ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് TK മോഹനൻ, സെക്രട്ടറി BM മുരളീധരൻ, ട്രഷറർ IS ഗംഗാധരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി.
താണിക്കുടം ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന ഉത്സവം ആഘോഷിച്ചു. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി പാലക്കാട്ടിരി നാരായണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം അന്നദാനം നടത്തി. പ്രതിഷ്ഠാദിനത്തോടനുബന്ധിച്ച് അഷ്ടദ്രവ്യ ഗണപതി ഹോമം, ഉഷപൂജ, നവകം, പഞ്ചഗവ്യം, ഉച്ചപൂജ, ക്ഷേത്ര ചടങ്ങുകൾ തുടർന്ന് നടന്നു. ഉത്സവ കമ്മിറ്റി അംഗങ്ങളായ പ്രസിഡന്റ് സിനി ഓടാട്ടിൽ, സെക്രട്ടറി ജിതിൻ ബാൽ, ട്രഷറർ PG ഗോപേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇനിയൊരു ഇടവേള. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും, ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് MediPlus Diagnostics, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG, ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയ നൈരാശ്യം? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, പിന്നെ റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞു കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വീണ്ടും വാർത്തയിലേക്ക്. എടപ്പലം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചു. രാവിലെ 5-ന് നടന്ന ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം 9 മണിക്ക് ചെറുപ്പക്കാവിൽ 100 പാലും എന്ന ചടങ്ങ്, 11 മുതൽ 2 വരെ പ്രസാദ ഊട്ടുണ്ടായി. വൈകിട്ട് 3-ന് ആൽപ്പാറ ചെറുവളവ് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്ന് പൂരം എഴുന്നള്ളിച്ച് ക്ഷേത്രത്തിൽ എത്തിച്ചേരും. തുടർന്ന് ഘടകപൂരങ്ങൾക്ക് വരവേൽപ്പ്. 4:30-ന് 3 ഗജവീരന്മാരുടെ അകമ്പടിയോടെ കുട്ടിയെഴുന്നള്ളിപ്പ്. ഗജരാജൻ പുതുപ്പള്ളി കേശവൻ ഭഗവാന്റെ തിടമ്പേറ്റി
വൈകിട്ട് 6:30 ദീപാരാധന, നിറമാല, ചുറ്റുവിളക്ക് എന്നീ ചടങ്ങുകൾക്ക് ശേഷം 8 അത്താഴപൂജയും ഉണ്ടായിരിക്കും. സെറാഫിസിന്റെ സ്നേഹ പൊന്നണിഞ്ഞ് മിത്ര കതിർ മണ്ഡപത്തിലേക്ക്. പട്ടിക്കാട് സെറഫ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ സ്നേഹത്തിന്റെ പൊന്നണിഞ്ഞ് മിത്ര ഇന്ന് കതിർ മണ്ഡപത്തിലേക്ക് കയറും. കൊഴിക്കുള്ളി അമ്പലമൂലയിൽ പരേതനായ രാമദാസിന്റെയും അജിതകുമാരിയുടെയും രണ്ടാമത്തെ മകളായ മിത്രയ്ക്കാണ് സെറാഫ്സ് 2 ലക്ഷം രൂപയുടെ സ്വർണം സഹായമായി നൽകിയത്. സെറാഫ്സിന്റെ വിവാഹ ധനസഹായ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് സഹായം നൽകിയത്. 64ാമത്തെ വിവാഹ ധനസഹായം ആയിരുന്നു ഇത്. മിത്രയുടെ വീട്ടിൽ നടന്ന ചടങ്ങിൽ സെറാഫ്സ് അംഗങ്ങളുടെ സാന്നിധ്യത്തിൽ നടത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് ജോബി സ്വർണം മിത്രയ്ക്കും മാധവിനും കൈമാറി. നടത്തറ ഗ്രാമപഞ്ചായത്ത് 4ാം വാർഡ് മെമ്പർ മോനിഷ പ്രതീഷ്, ജനറൽ കൺവീനർ എബ്രഹാം നാച്ചിറ, ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ ജോസ്, അനിൽ, ഷിബു തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. സെറാഫ്സ് പട്ടിക്കാടുള്ള നമ്മുടെ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ അവരുടെ ഒരു വളരെ
കരുണയുള്ള ഒരു പ്രവർത്തനം നമ്മുടെ ഈ കോഴിക്കുള്ളി പ്രദേശത്തെ അജിതേച്ചിയുടെ മകളുടെ മിത്രയുടെ വിഭാഗത്തിന് 2 ലക്ഷം രൂപയുടെ സ്വർണം അവർക്ക് നൽകിക്കൊണ്ടാണ് അവരെ ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിലേക്ക് എത്തിക്കുന്നത്. ഇതുപോലെയുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിനകത്തുണ്ടാകുമ്പോഴാണ് നമ്മുടെ ഏറ്റവും താഴെക്കടയിലുള്ള ആളുകളെ സഹായിക്കാനായിട്ട് മുന്നോട്ട് വരുന്നതും ഇത്തരത്തിലുള്ള സംഘടനകളും ചാരിറ്റബിൾ ട്രസ്റ്റുകളാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ആളുകളുടെ പ്രവർത്തനം ഏറ്റവും മികവുറ്റതാണ്. അവർക്ക് ഇനി ഇത് ചെയ്യാനുള്ള പ്രചോദനം ഉണ്ടാവാനും ഇതുപോലെയുള്ള ആളുകളെ സഹായിക്കാനുള്ള നല്ല മനസ്സുണ്ടാകാനും അവരെ മുകളിലിരിക്കുന്ന കർത്താവ് അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ മോളുടെ കല്യാണത്തിന് ഏറ്റവും നല്ല രീതിയിലുള്ള ആശംസകൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടം ജില്ലാ ഭരണകൂടത്തിന്റെ വീഴ്ചയെന്ന് PUCL സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മുണ്ടത്തിക്കോട് നടന്ന വെടിക്കെട്ട് അപകടത്തിൽ ജില്ലാ ഭരണകൂടത്തിന് ഗുരുതരമായ വീഴ്ചയുണ്ടെന്ന് PUCL സംഘാടകർ ആരോപിച്ചു. അപകടം നടന്ന സ്ഥലത്ത് യാതൊരു തരത്തിലുമുള്ള മുൻകരുതലുകളോ എടുത്തിട്ടില്ലെന്നും അനുവദിച്ചതിൽ കൂടുതലധികം മരുന്ന് സാമഗ്രികളും ഉണ്ടായിരുന്നുവെന്നും സംഘാടകർ പറഞ്ഞു. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തിൽ പ്രാഥമിക നിഗമനങ്ങളെ മുൻനിർത്തി PUCL ടീം സ്ഥലം സന്ദർശിക്കും. വാർത്താസമ്മേളനത്തിൽ ആരോമൽ, PA പൗരൻ, TK വാസു, ട്രഷറർ റെന്നി ആന്റണി തുടങ്ങിയവർ പങ്കെടുത്തു. രാജ്യാന്തര തണ്ണീർത്തട പൈതൃക പട്ടികയിൽ ഉള്ള കോൾ നിലങ്ങളിലെ ജൈവവൈവിധ്യം വിഷയമാക്കി കേരള ലളിതകലാ അക്കാദമി ഗാലറിയിൽ നടത്തുന്ന കാണാപ്പടവുകൾ 2026 ഫോട്ടോ എക്സിബിഷൻ കളക്ടർ ശിഖ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ പൊന്നാനി കോൾ നിലങ്ങളിൽ നിന്ന് 50ലേറെ പേർ പകർത്തിയ 100-ലധികം ചിത്രങ്ങളാണ് ഗാലറിയിൽ ഒരുങ്ങിയത്. കോൾ നിലങ്ങളുടെ സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്ന കോൾ ബോർഡേഴ്സ് കളക്റ്റീവ് സന്നദ്ധ കൂട്ടായ്മയുടെ 10ാം വാർഷികത്തോടനുബന്ധിച്ചാണ് പ്രദർശനം. സമയം രാവിലെ 11 മുതൽ വൈകിട്ട് 6 വരെ. പ്രവേശനം സൗജന്യമാണ്. 1 മാസത്തെ കോൾ ഫെസ്റ്റിവലിനും ഇതോടെ തുടക്കമായി. കോൾ നിലങ്ങളുടെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യേക പരിപാടികൾ നടക്കും. തണ്ണീർത്തട സംരക്ഷണത്തെക്കുറിച്ച് പൊതുജനങ്ങൾക്കിടയിൽ അവബോധം വളർത്തുക എന്നതാണ് ലക്ഷ്യം. PSM കോളേജ് ഓഫ് ഡെന്റൽ സയൻസ് ആൻഡ് റിസർച്ച് അക്കിക്കാവ് എന്ന പേരിൽ ഒരു സ്ഥാപനം ആശുപത്രി രജിസ്ട്രേഷൻ ഇല്ലാതെ തൃശൂർ ജില്ലയിൽ 18 വർഷമായി നിയമവിരുദ്ധമായി പ്രവർത്തിച്ചുവരുന്ന സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കണമെന്ന് പ്രസിഡന്റ് PSM കോളേജ് MK തങ്കപ്പൻ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ജീവനക്കാർക്ക് ന്യായമായ ഒരു ആനുകൂല്യങ്ങളോ നൽകാതെ പ്രവർത്തിച്ചുവരുന്നതായി യൂണിയൻ കുന്നംകുളം അസിസ്റ്റന്റ് യൂണിയന്റെ നിർദ്ദേശപ്രകാരം പരിശോധിച്ചു. 22 തൊഴിലാളികൾ ഉള്ളതായിട്ടാണ് റിപ്പോർട്ട് ചെയ്തത്. ഈ റിപ്പോർട്ടിൽ നൽകിയ പരാതിയിൽ സ്ഥാപനം പരിശോധിച്ച് 43 ജീവനക്കാർ ജോലി ചെയ്യുന്നുണ്ടെന്ന് സ്ഥാപിച്ച് യൂണിയൻ ഉയർത്തിയ തൊഴിൽ തർക്കത്തിൽ കേരള ഹൈക്കോടതി 2025 നവംബർ 7 നടത്തിയ പരിശോധനയിൽ ഈ സ്ഥാപനത്തിൽ 100 ജീവനക്കാർ ജോലി ചെയ്യുന്നുണ്ടെന്ന് അവർക്ക് ആനുകൂല്യം ലഭിക്കുന്നുണ്ടെന്ന് ആണ് കണ്ടെത്തിയത്. ആശുപത്രി രജിസ്ട്രേഷൻ ഇല്ലാതെ നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനം സർക്കാർ ഏറ്റെടുക്കണം. എറണാകുളം റീജിയണൽ കമ്മീഷണർ, തൃശൂർ ജില്ലാ ലേബർ ഓഫീസർ, കുന്നംകുളം അസിസ്റ്റന്റ് ലേബർ ഓഫീസർ എന്നിവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് യൂണിയൻ സർക്കാരിനോട് അപേക്ഷിക്കുന്നുണ്ടെന്നും പ്രസിഡന്റ് MK തങ്കപ്പൻ അറിയിച്ചു. ഇസാഫ് ബാലജ്യോതി ക്ലബിന്റെ നേതൃത്വത്തിൽ URC തൃശൂരിന്റെ കീഴിൽ വരുന്ന വിവിധ വിദ്യാലയങ്ങളിലെ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി ദ്വിദിന പഠന കളരി ക്യാമ്പ് സംഘടിപ്പിച്ചു. സർഗോത്സവം 2026 എന്ന പേരിൽ അരണാട്ടുകര അർബൻ റിസോഴ്സ് സെന്ററിൽ സംഘടിപ്പിച്ച ദ്വിദിന പഠന കളരി ക്യാമ്പ് തൃശൂർ കോർപ്പറേഷൻ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഏപ്രിൽ 29-30 തീയതികളിലായാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. ഡിവിഷൻ കൌൺസിലർ വിഭിത വാസു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ URC BBC ജെയ്സൺ, ഇസാഫ് ബാലജ്യോതി ക്ലബ് അസിസ്റ്റന്റ് ഡയറക്ടർ വിൽസൺ, DPO ബ്രിജി KB, ഇസാഫ് ബാലജ്യോതി ക്ലബ് ഹെഡ് മെർലിൻ സൂസൻ വർഗീസ്, ഉണ്ണികൃഷ്ണൻ TK, URC സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ സ്മിത ജോർജ് തുടങ്ങിയവർ പരിപാടിയിൽ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ജാമ്യവ്യവസ്ഥകൾ ലംഘിച്ച ലഹരി കേസുകളിലെ പ്രതി അറസ്റ്റിൽ. 2 NTPS കേസുകളിൽ ഉൾപ്പെട്ട് ജാമ്യത്തിലിറങ്ങി ഒളിവിൽ കഴിയുന്ന പ്രതിയായ കൂനമുച്ചി പായൂർ സ്വദേശിയായ മമ്മസ്രായിലത്ത് വീട്ടിൽ അബു എന്നയാളെയാണ് കുന്നംകുളം പോലീസ് നൽകിയ അപേക്ഷയിൽ ജാമ്യം റദ്ദു ചെയ്ത് പുറപ്പെടുവിച്ച വാറണ്ടിൽ കുന്നംകുളം പോലീസ് പിടികൂടി. പ്രതി ഉൾപ്പെടെയുള്ള 3 അംഗ സംഘത്തെ ചെമ്മണ്ണൂർ സെന്ററിൽ കാറിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന 0.500 കിലോഗ്രാം കഞ്ചാവ്, 1.149 കിലോഗ്രാം കഞ്ചാവ് അടങ്ങിയ ലേഹ്യം എന്നിവയുമായി കുന്നംകുളം പോലീസ് പിടികൂടുകയും
പ്രതികളെ റിമാൻഡ് ചെയ്യുകയുമായിരുന്നു. മറ്റു വാർത്തകൾ ഒരിടവേളയ്ക്ക് ശേഷം. മൂവായിരം സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലായി നവീകരിച്ച മണ്ണുത്തിയിലെ ഏറ്റവും വലിയ ബ്യൂട്ടി പാർലർ മാഗ്നോലിയ. മാഗ്നോലിയെ ഒരു വൻ വിജയമാക്കി മാറ്റിയ എല്ലാ പ്രിയ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇലക്ട്രോണിക് സ്കിൻ തെറാപ്പി, ഫിഷ് തെറാപ്പി തുടങ്ങി 26-ൽ പരം മാഗ്നോലിയ സ്പെഷ്യൽ തെറാപ്പിയുമായി അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ അണിയിച്ചൊരുക്കിയ മാഗ്നോലിയ ബ്യൂട്ടി പാർലറിലേക്ക് ഏവർക്കും സ്വാഗതം. മാഗ്നോലിയ ലേഡീസ് ബ്യൂട്ടി പാർലർ, കൊടുങ്ങല്ലൂർക്കാവ് അമ്പലത്തിന് സമീപം, മണ്ണുത്തി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. +2 വിദ്യാർത്ഥികളുടെ ശ്രദ്ധയ്ക്ക് മാർച്ച് 31 മുതൽ നീറ്റ് പരീക്ഷയുടെയും BSc നഴ്സിംഗ് കർണാടക പരീക്ഷയുടെയും എൻട്രൻസ് കോച്ചിംഗ് തികച്ചും സൗജന്യമായി നൽകുന്നു. കർണാടകയിലെ നവോദയ മെഡിക്കൽ കോളേജും തൃശൂരിലെ ലോഗോസ് അക്കാദമിയും സംയുക്തമായാണ് സൗജന്യ എൻട്രൻസ് പരിശീലനം നൽകുന്നത്. ഈ അവസരം പാഴാക്കാതിരിക്കാൻ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. ലോഗോസ് അക്കാദമി, ടെമ്പിൾ സ്ക്വയർ ബിൽഡിംഗ്, AR മേനോൻ റോഡ്, നായ്ക്കനാൽ, തൃശൂർ. ഫോൺ 9447063440, 9447063840. വീണ്ടും വാർത്തയിലേക്ക്. തൃശൂർ പൂരത്തിനോടനുബന്ധിച്ച് തിരുവമ്പാടിയുടെ വെടിക്കെട്ടുപുരയിൽ അപകടത്തിൽ മരിച്ചവർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചുകൊണ്ട് മാടക്കിത്തറയിലെ കവി KKS കുട്ടി എഴുതിയ കവിത ശ്രദ്ധേയമായി. അദ്ദേഹത്തിന്റെ കവിത നമുക്ക് ശ്രവിക്കാം. പ്രിയമുള്ളവരെ, ഞാൻ KKS കുട്ടി, മാടക്കത്തറ. 2020 ജനുവരി 1-ാം തീയതി മുതൽ ആനുകാലിക വിഷയങ്ങളെക്കുറിച്ച് ദിനം പ്രതി ഓരോരോ കവിതകൾ എഴുതിക്കൊണ്ടിരിക്കുന്നു. ഇതിനോടകം 2500ഓളം കവിതകൾ ഞാൻ രചിക്കുകയുണ്ടായി. അതിൽ തൃശ്ശൂർ പൂരത്തിനോടനുബന്ധിച്ച് 2448-ാമതും 49-ാമതുമായ 2 ഭാഗങ്ങളായി ഒരു കവിത ഇവിടെ അവതരിപ്പിക്കാൻ തീരുമാനിക്കുകയാണ്. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ കവിതയിലേക്ക് പ്രവേശിക്കുന്നു. കവിതയുടെ പേര് ഞങ്ങളുടെ കാണാമറിയത്തെ തൃശ്ശൂർ പൂരം, ഭാഗം 1. ഞങ്ങളും കണ്ടു പൂരം, കാണാമറയത്തിരുന്നു കൊണ്ടും കണ്ടു പൂരം, ഞങ്ങൾ 15 പേരും. കൊടിയേറ്റ പിറ്റേന്നാളും മുണ്ടത്തിക്കോടുണ്ടായ ഒരു തരി തീപ്പൊരിയാൽ ഉണ്ടായ ദുരന്തത്തിൽ കാണാമറയത്തെത്തി കണ്ടും പലതും ഞങ്ങൾ. വെടിക്കെട്ട് ശാലയിലായി എത്തിയ രക്ഷകരെ കണ്ടവരെ എടുത്ത് കയറ്റി ആംബുലൻസിലും അലറി വിളിച്ചു പാഞ്ഞു ലക്ഷ്യം ആശുപത്രിയായി. പിന്നെ തിരിച്ചു പോന്നു പല പല നാളിലായി, പല പല ആംബുലൻസും കറുത്ത കോടികൾ വെച്ച്. പൂരം വരവറിയാൻ സാമ്പിളൊന്നും ഗതിന കണ്ടു ഞങ്ങളെല്ലാവരും കാണാമറയത്തായി. നെയ്തലക്കാവിലമ്മയും ആനപ്പുറത്തെത്തിയും തെക്കേ ഗോപുര നട തുറന്നതും കണ്ടു ഞങ്ങൾ. പിറ്റന്നാൾ പുലർക്കാലം തൊട്ടു തുടങ്ങും പൂരം
കണിമംഗലം ശാസ്താവിൻ വരവോടെ പൂരമായി. ഇനിയുമുണ്ടേറെ കാണാൻ ചെറുപൂരങ്ങളെട്ടെണ്ണവും മഠത്തിൽ വരവും പിന്നെ ഇലഞ്ഞിത്തറയിൽ മേളം. ഭാഗം 1 ഇവിടെ അവസാനിക്കുകയാണ്. അടുത്തതായി ഭാഗം 2. കവിതയുടെ പേര് ഞങ്ങളുടെ കാണാമറിയത്തെ തൃശ്ശൂർ പൂരം ഭാഗം 2. ഞങ്ങളും കണ്ടു പൂരം കാടാമാറയത്തിരുന്നുകൊണ്ടും കണ്ടു പൂരം ഞങ്ങൾ 15 പേരും. പുലർക്കാലത്തെത്തി കണി മംഗലം ശാസ്താവൊന്നും പനമുക്കും പിള്ളി ധർമ്മ ശാസ്താവും 2ാമതായി. പിന്നെ ചെമ്പുകാവിലെ ദേവി കാർത്യായനിയും പുറകെ കാരമുക്കിലെ അമ്മ ഭഗവതിയും ലാലൂർ കാർത്യാനിയും തൊട്ടുപുറകെ എത്തി. പിന്നെ വന്നു ചൂരക്കോട്ടുകാവിലെ ദുർഗാദേവി. അയ്യന്തോൾ കാർത്യായനി ദേവിയും എത്തി. പിന്നെ വന്നെത്തി കുറ്റൂരിലെ നെയ്തല കാവേലമ്മ. പാറമേ കാവേലമ്മ ലഞ്ഞിത്തറ മേളം തീർത്ത് തെക്കോട്ടിറങ്ങിപ്പോയി ശക്തനെ വലം വയ്ക്കാൻ. ഒട്ടുമേ വൈകിടാതെ ദേവി തിരുവമ്പാടി തെക്കോട്ടിറങ്ങി നിന്നും കുടമാറ്റം വേഗം തീർത്തു. രാത്രി പൂരങ്ങൾ തീർന്നു വെടിക്കൊട്ടെന്നില്ലാതെയും. പിറ്റന്നാൾ പകൽ പൂരം നട്ടുച്ച നേരം വരെ. സ്ത്രീമൂലസ്ഥാനത്തായും ദേവിമാർ 2 പേരും ഉപചാരം ചൊല്ലിയതും കണ്ടു കാണാമറിയത്തായും. കണ്ടു കാണാമറിയത്തായും. കണ്ടു കാണാമറിയത്തായും. നന്ദി, നമസ്കാരം. മുടിക്കോട് അശാസ്ത്രീയ യൂടേണിൽ ബൈക്ക് യാത്രക്കാരനെ പിക്കപ്പ് വാൻ ഇടിച്ചു തെറിപ്പിച്ച് ബൈക്ക് യാത്രക്കാരന് ദാരുണാന്ത്യം. മണ്ണുത്തി വടക്കാഞ്ചേരി ദേശീയപാതയിലെ മുടിക്കോട് അടിപ്പാത ഇറക്കം ഇറങ്ങിവരുന്ന വട്ടക്കല്ല് ഭാഗത്തെ അശാസ്ത്രീയമായ യൂടേണിലാണ് അപകടമുണ്ടായത്. സർവീസ് റോഡിൽ നിന്ന് ദേശീയപാതയിലേക്ക് കയറി യൂടേൺ എടുക്കുന്നതിനിടെ പാലം ഇറങ്ങി വരികയായിരുന്ന പിക്കപ്പ് വാൻ ബൈക്കിനെ ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഗുരുതരമായി പരിക്കുപറ്റിയ ബൈക്ക് യാത്രക്കാരനായ മാടക്കത്തറ കുണ്ടുകാട് സ്വദേശി പന്തലിനിക്കൽ വീട്ടിൽ ജോസഫാണ് മരിച്ചത്. തൃശൂർ ജില്ലാ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. പട്ടിക്കാട് ഹാർഡ്വെയർ കടയിൽ സാധനങ്ങൾ വാങ്ങി ഓട്ടോറിക്ഷയിൽ കൊടുത്തുവിട്ട് ബൈക്കിൽ വരികയും സർവീസ് റോഡിൽ നിന്നും മുറിച്ചു കടക്കുന്നതിനിടയിലാണ് തമിഴ്നാട്ടിൽ നിന്നും പച്ചക്കറി കയറ്റി വരികയായിരുന്ന പിക്കപ്പ് വാൻ ഇടിച്ചത്. പീച്ചി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ജവഹർ ബാലഭവൻ കളിവീട് 2026 ആനയും കുട്ടികളും എന്നുള്ള പരിപാടി ഡോക്ടർ ഗിരിദാസ് കുട്ടികൾക്ക് ക്ലാസ് എടുത്തു. ജവഹർ ബാലഭവൻ പ്രിൻസിപ്പാൾ രോഹിത് നന്ദകുമാർ KS സംസാരിക്കുകയും ചെയ്തു. തുടർന്ന് കുട്ടികൾക്ക് ഡോക്ടർ ക്ലാസ് എടുക്കുകയും ചെയ്തു. കുട്ടികളുടെ സംശയങ്ങൾക്ക് ഡോക്ടർ മറുപടി പറയുകയും ചെയ്തു. ആനയുടെ കാലിനെക്കുറിച്ച്, പല്ലിനെക്കുറിച്ച്, ചെവിയെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി. ആന 250 ലിറ്റർ വെള്ളം കുടിക്കും, 250 കിലോ ഭക്ഷണം കഴിക്കുമെന്നും പറഞ്ഞു. ശക്തിയുള്ള ആനയെ അനുസരിപ്പിക്കുവാൻ സ്നേഹത്തോടെ ചെയ്യാമെന്നും പറഞ്ഞു മനസ്സിലാക്കി. 18 വർഷമായി ലക്ഷ്മിക്കുട്ടി എന്ന് പറഞ്ഞ ആന സ്ഥിരമായി വെക്കേഷൻ സമയത്ത് കുട്ടികളെ കാണാൻ വരാറുണ്ട്. തുടർന്ന് ഡയറക്ടർ അഡ്വക്കേറ്റ് അനീസ അഹമ്മദ് നന്ദിയും പറഞ്ഞു. എന്ന് പറയും, പക്ഷെ മൃഗമല്ല, ഒരു വലിയ മനസ്സിന്റെ ഉടമയാണ് ആന. ഇന്ന് നിങ്ങളെ കാണാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ സ്വന്തം ലക്ഷ്മിക്കുട്ടിയാണ്. ലക്ഷ്മിക്കുട്ടിക്ക് ഒരു ദുഃഖമുണ്ട്. എന്താണെന്നറിയോ? ഇപ്രാവശ്യം പൂരം കഴിഞ്ഞിട്ടാണ്. പൂരത്തിന് മുന്നേ ഞാൻ എൻ്റെ കുട്ടികളെ കാണാൻ പോവാറുണ്ട്. പക്ഷേ മണ്ണുത്തി പട്ടാളക്കുന്ന് CSS സന്യാസിനി സമൂഹ അംഗം സിസ്റ്റർ ഡയോൺഷ്യ നിര്യാതയായി. 74 വയസ്സായിരുന്നു. സംസ്കാരം മണ്ണുത്തി സ്നേഹോദയ പ്രൊഫഷണൽ ഹൗസിൽ നടത്തി. മണ്ണുത്തി വെട്ടിക്കൽ സൗഭർണിക പ്രീമിയർ റോഡിൽ കേരള കാർഷിക സർവകലാശാല ഹോർട്ടിക്കൾച്ചർ വിഭാഗം പ്രൊഫസറായിരുന്ന ഡോക്ടർ K അരവിന്ദാക്ഷൻ അന്തരിച്ചു. 70 വയസ്സായിരുന്നു. കേരള കാർഷിക സർവകലാശാല രജിസ്ട്രാറും ഭരണസമിതി അംഗവുമായിരുന്നു. ഭാര്യ ഉഷപ്രഭ, മക്കൾ അനൂപ്,
അഖിൽ, മരുമക്കൾ പാർവതി, അഞ്ജലി. സംസ്കാരം വ്യാഴാഴ്ച. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പൗരസ്ത്യ കൽതായ സുറിയാനി സഭയുടെ ആഗോള പരമാധ്യക്ഷൻ മാറന്മാർ ആവെ തൃതീയന് പ്രൗഢഗംഭീരമായ സ്വീകരണം. കരിമ്പത്ര ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടങ്ങളിറങ്ങി, ജനങ്ങൾ പരിഭ്രാന്തിയിൽ. പുത്തൂർ മാന്നാമംഗലം റൂട്ടിലെ സ്വകാര്യ ബസ്സുകൾ ഇന്ന് ഡബിൾ ബെൽ മുഴക്കി സർവീസ് നടത്തിയത് സഹപ്രവർത്തകന്റെ ജീവിതവും ജീവനും തിരികെ പിടിക്കുവാൻ 23 ബസ്സുകളാണ് കാരുണ്യയാത്ര നടത്തിയത്. സംസ്ഥാനത്ത് പാൽ വില വർദ്ധിപ്പിക്കുവാൻ സർക്കാർ അനുമതി നൽകി. ലിറ്ററിന് 4 രൂപ വരെ വർധന ഉണ്ടാകുമെന്നാണ് സൂചന. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.